ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നത്തെ വീഡിയോ ഒരു റൂം ക്ലീനിങ് ആൻഡ് റമലാൻ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഞാൻ കുറച്ച് മുന്നേ യൂട്യൂബിൽ തന്നെ പോസ്റ്റിലിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ഓർ വാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നൊക്കെ. അപ്പോൾ അധികം പേരും പറഞ്ഞത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഡേ ഇൻ മൈ ലൈഫ് മാത്രം വെച്ചാൽ എനിക്കൊന്നും ഉണ്ടാവില്ല വീഡിയോയിൽ. അതാണ് ഞാൻ ക്ലീനിങ് ആൻഡ് ഡേ ഇൻ മൈ ലൈഫ് രണ്ടും കൂടി ഒരുമിച്ചാക്കിയത്. ഞാൻ ഈ ഫസ്റ്റിൽ കാണിച്ച കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വൃത്തിയാക്കാനുള്ളത്. ഞാൻ ഈ മടക്കിക്കുന്നത് കൈയും മടണ ഒരു എന്താ അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇതെൻ്റെ ചെറിയ കൊച്ചുപ്പ പണ്ട് ഗൾഫിൽ നിന്ന് എന്തോ കൊടുന്നതാണ്. നോമ്പിനിപ്പോൾ വീടൊക്കെ വൃത്തിയാക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടപെട്ട് കിട്ടിയതാണ്. ഇത് എന്താ സംഭവം എന്ന് മേമിക്കും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്കത് കൈമടന്ന ഇതാ പറഞ്ഞത്. അപ്പോൾ മേമി എനിക്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കൈമട്ടോ പറഞ്ഞ് തന്നതാണ്. ഇത് പിന്നെ കുറേ കാലം എടുത്ത് വെച്ചുകൊണ്ട് കഴുകാണ്ട് യൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കഴുകിയിട്ട് അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ കൊടുന്ന് വെച്ചതാണ്. ഈ ഒരു ബെഡുമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നെ പകുതി റൂം വൃത്തിയായി എന്ന് പറയാം. ഈ റൂം ഇപ്പോൾ താഴത്താണെങ്കിൽ പിന്നെയും വൃത്തിയാക്കും, പക്ഷേ ഈ മുകളിലാണ് ആരും വരില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ ഈ പിയേഴ്സിൻ്റെയും പ്രിങ്കിൾസിൻ്റെയും ബോക്സ് എനിക്ക് എൻ്റെ വേറെ മേമി എടുത്തിച്ച് തന്നതാണ്. ഞാൻ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയാൽ എടുത്തേക്കണം, കളയരുതെന്നൊക്കെ പ്രത്യേകം എല്ലാവരോടും പറയും. കാരണം നമ്മൾ ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴാണ് എന്താവശ്യം വരാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ അടുത്തൊരു ജേർണലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ആവശ്യമുള്ളത് മാത്രം എനിക്ക് എടുത്താൽ മതി, പക്ഷെ ഞാനിതെല്ലാം കൂടി വലിച്ചിടും. പിന്നെ എൻ്റെ ഇതാ എനിക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയ കുറച്ച് നെറ്റ് ഇങ്ങനത്തെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് കുറേ. ഇത് ഈ ഡിഷ് വാഷും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ കോംബോ ആയിട്ട് കിട്ടാനത് ഡിഷ് വാഷൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മേടിക്കുമ്പോൾ കിട്ടേണ്ടതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ എടുത്തിച്ച് ഇങ്ങനെ താഴ്ത്തെടുത്തൊക്കെ ചെയ്യുക, എന്നിട്ട് കുറച്ചായി ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടതാണ്. ഇതിപ്പോൾ ഞാനൊരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇങ്ങനത്തെ വേറെ ഇന്ത്യയിലുണ്ട് പറഞ്ഞില്ലേ, അതിപ്പോൾ എവിടെ അറിയില്ല. അതും കിട്ടി അതും കൂടി ആക്കിയിട്ട് ഈ ഒരു ബോക്സിൽ വെക്കണം. പിന്നെ ഇതാ ഈ ഒരു ഡേറ്റ്സിൻ്റെ ഈ ഒരു കവർ ഞാൻ യൂട്യൂബിൽ തന്നെ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു പെൻസിൽ കേസാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിച്ചതാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കണം. ബെഡുമുള്ളതൊക്കെ ഞാൻ എന്താ ഒരു ഇതെല്ലാതും എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതാ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. അതാണല്ലേ മെയിൻ. ഇവിടെ പിന്നെ ഈ മുകളിൽ ആരും അങ്ങനെ കിടക്കില്ല, അതുകൊണ്ട് തന്നെ നല്ല ബെഡ്ഷീറ്റൊന്നും ഇടലുണ്ടായിരുന്നില്ല. കാരണം വീണ്ടും പിന്നെ പൊടിയൊക്കെ ആവാനല്ലേ, അതുകൊണ്ടാണ്. ഈ റൂമിൽ കാക്കയിരുന്ന് കിടന്നിരുന്നത് ആദ്യം. പിന്നെ കാക്ക +2 ഒക്കെ ആയതുകൊണ്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് തായി. പിന്നെ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ കിടക്കുക. അപ്പോൾ എന്നോടൊക്കെ വൃത്തിയാക്കിയേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഈ റൂമിൽ നിന്ന് കേട്ടിരുന്നത്, അതുകൊണ്ട് ഞാൻ എന്നെയൊക്കെ നന്നായി വൃത്തിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു ബെഡ് ഇതാ ഓൾവേസ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ബെഡിൻ്റെ അടുത്തുള്ള ജനൽമിരിക്കണം കുറച്ച് സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സിൻ്റെ ആ പിങ്ക് പാത്രത്തിൽ ഇരിക്കേണ്ടത് ഈ ഒരു ബോക്സിലാക്കി വെക്കണം. ഇതാ ഇവിടെ നിന്നാണ് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യണ വീഡിയോസൊക്കെ എടുക്കൽ. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ള കേട്ടോ. വീഡിയോയിൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും ആവില്ല കണ്ടിട്ടുണ്ടാവുക, കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ അടിപൊളിയാക്കിയിട്ടാവും ബാക്ക്ഗ്രൗണ്ട് വെക്കുക. ഞാൻ പിന്നെ അധികവും ഒരു സാധനം മാത്രമായിട്ടല്ല വീഡിയോ എടുക്കുക. ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ 2-3 എണ്ണം കൂടി ഞാൻ ഒരുമിച്ച് വീഡിയോ എടുത്ത് വെക്കുക ചെയ്യൽ. ടേബിൾ അങ്ങനെ ഞാൻ ഒരു ഇത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു സ്റ്റിക്കർ എങ്ങനെ പണ്ട് ഉണ്ടാക്കിയപ്പോൾ അതിലൊരു പിങ്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കണ്ണടയുടെ ബോക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നിന്ന് ഞാനിങ്ങനെ വൃത്തിയാക്കുമ്പോഴാവും എൻ്റെ ഇങ്ങനെ കഴിഞ്ഞ സാധനമൊക്കെ കാണും. അപ്പോൾ ഗ്ലൂ കഴിഞ്ഞിരിക്കണം, അപ്പോൾ അത് മേടിക്കണം. അതുപോലെ ടാപ്പ്, ടിഷ്യൂ, അങ്ങനെ കുറേ സാധനം എനിക്ക് മേടിക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എഴുതിയേക്കാണ്. പിന്നെ മെയിനായിട്ട് വീഡിയോയിലൊക്കെ കഴിഞ്ഞതാ താഴെ നോക്കി ഇങ്ങനെ ആയിരിക്കും കാണുക. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, ഞാൻ നിങ്ങളോട് ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ പറയലുണ്ട് ഇങ്ങനെ എന്തൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം, വല്ല സജഷൻസും കമൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറയലുണ്ട്. അധികം അങ്ങനെ ആരും കമൻ്റ് ഒന്നും ചെയ്യലില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്രാഫ്റ്റ് വീഡിയോസ് തന്നെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എങ്കിൽ പറയുക. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ആ വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്സ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഇത് പിന്നെ ഒരു ഗിഫ്റ്റ് പേപ്പറാണ്. ഇതായിട്ട് നമുക്ക് ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അതിനെടുത്തതാണ്. ഇതിങ്ങനെ 2 സൈഡായിട്ട് വേണം യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു സൈഡിൽ എല്ലാത്തിൻ്റെ ഒരു സൈഡ് സിൽവറായിട്ട് വരുന്നത്, അതൊരു നല്ലതായിട്ട് തോന്നി. പിന്നെ മറ്റേ ഒരു സൈഡിൽ മാത്രമേ കളർ വരുന്നുള്ളൂ. ഇതിൽ ചിലതൊക്കെ കളറുള്ള ഭാഗത്തിനായിട്ട് സിൽവർ ആയിട്ടുള്ള ഭാഗം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ നിലതാ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ തുറക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പേപ്പർ സോപ്പ് ഇതാ ട്രെൻഡിങ് ആയ സമയത്ത് മേടിച്ചത് തന്നെയാണ് ഞാൻ. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, എൻ്റെ അനിയനാണ് പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഒത്തിരി വീഡിയോയിൽ കണ്ടിരിക്കണം ഇതെന്തോ ഇതാണ് യൂസ് ചെയ്യാൻ പാടില്ല, അലർജി വരും, അങ്ങനെ ഇതൊക്കെ. പിന്നെ ഇത് ഞങ്ങളിവിടെ കസിൻസിന് എല്ലാവരും എടുത്തുകൊണ്ട് ഞങ്ങളിത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പേപ്പർ സോപ്പ് മേടിച്ചത് പേപ്പർ സോപ്പിനല്ല, അതിൻ്റെ ബോട്ടിലിനാണ്. ഇത് പിന്നെ എൻ്റെ ചെറിയ സിസ്റ്ററാണ്, എൻ്റെ കസിനായിട്ടാണ് വരിക. അപ്പോൾ ആൾ വന്നാൽ നേരം പോണതേ അറിയില്ല. ഓരോന്ന് കാട്ടി നമ്മളിങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ആളെ മെയിൻ പണി. ഹായ്
കൈയേറ്റണിക്ക്. അപ്പോൾ അവളോട് ഞാൻ ചെറുതായിട്ട് ഹായ് പറയാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് നോമ്പൊക്കെ ആണല്ലോ. അപ്പോൾ ഒന്ന് വൈകുന്നേരമായി. അപ്പോൾ എന്താ ഞാൻ ജ്യൂസ് അടിക്കാൻ ഇന്ന് ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞു. കാരണം ഇന്ന് വീഡിയോ എടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ജ്യൂസ് അടിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനിതിൽ പഞ്ചസാര ഇടാൻ മറന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടപ്പൊക്കെ തുറന്ന് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഈ മുന്തിരി ജ്യൂസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം ഇത് നല്ല പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഈ മുന്തിരി ജ്യൂസ്, മാങ്ങ ജ്യൂസ്, അങ്ങനെയുള്ള ജ്യൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഉമ്മ ഈ ഒരു മിക്സിയിൽ നിന്ന് മാറ്റിയിട്ട് ജഗ്ഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജഗ്ഗ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ഈ ജ്യൂസ് നന്നായി അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ അരിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ജ്യൂസ് ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോമ്പിന് പൊരിച്ച സാധനങ്ങളൊന്നും അധികം ഉണ്ടാക്കില്ല. കാരണം ഇവിടെ അങ്ങനെ ആരും അത് കഴിക്കലില്ല. ഇന്ന് പിന്നെ 27 രാവായിരുന്നു, അതുകൊണ്ട് തന്നെ പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്ക ദിവസം ഫ്രൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. കാരണം ഫ്രൂട്ട്സ് ആണല്ലോ നോമ്പിന് മെയിനായിട്ട് കഴിക്കുക. അപ്പോൾ ഫ്രൂട്ട്സും ഒക്കെയാണ് ഉണ്ടാവല്. പൊരിച്ച അങ്ങനെ ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പൊരിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വന്ന് ഷവർമ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുബൂസൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിക്കൻ എന്നോട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതാ ഒരു പാത്രത്തിലാക്കുന്നുണ്ട്. കുബൂസ് ഉണ്ടാക്കാൻ പകുതിയൊക്കെ ആയപ്പോഴാണ് ഷവർമക്കുള്ള സാധനങ്ങളൊന്നും വീട്ടിലും ഇല്ല, അടുത്തുള്ള കടയിലൊന്നുമില്ല. കേബേജും ക്യാരറ്റും ചിക്കനും അങ്ങനത്തെ കൊണ്ട്, ബട്ട് ഈ മെയിനായിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഷവർമയുടെ ടേസ്റ്റ് നല്ലായിരുന്നു ഉണ്ടാകുന്നത്. ഒരു സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റൊക്കെ തന്നെ എനിക്ക് തോന്നിയത്. നോമ്പ് പറഞ്ഞ ഉടനെ തന്നെ വലിയ പീസ് നമുക്ക് കഴിക്കാൻ വയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു റോള് നടുമുറിച്ചിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. ആകെ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെയും മുന്തിരിയുടെയും മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. കാരണം ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ അതിന് നേരം ഉണ്ടാകുന്നില്ല. ഇതിന് പുറമെ വാട്ടർ മെലനും ഓറഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ അതിൽ ഈത്തപ്പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞങ്ങളുടെ ഇന്ന് അവിൽ മിൽക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ അനിയന് പാലൊക്കെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടം, അതുകൊണ്ട് തന്നെ എന്നും ഉണ്ടാക്കും. പൊരിച്ചത് പിന്നെ പഴംപൊരിയും മേമയോട് ഉണ്ണിയപ്പം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നോമ്പ് തുറക്കുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹെയറിനൊക്കെ നല്ലതാണ്. ഇത് ഹെയർ മസാജ് ചെയ്യണ ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് അത്യാവശ്യം പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഓഫറൊക്കെ നോക്കിയിട്ട് നല്ല വില കുറവിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 69 റുപ്പീസ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിതിൻ്റെ പേര് സിലിക്കോൺ ഹെയർ മസാജർ അങ്ങനെ തൊട്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ. എന്തായാലും നല്ല രസമുണ്ട് ഇതേറ്റ് ഇങ്ങനെ മസാജ് ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കാനും നല്ല രസമുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മളിങ്ങനെ ഹെയറിൽ ഓയിലും ഷാമ്പു ഒക്കെ തേക്കുമ്പോൾ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യാമെന്നാണ് ഞാൻ കണ്ടിരിക്കുന്ന വീഡിയോയിലൊക്കെ. എൻ്റെ കസിനെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഹെയറിൽ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് വെറുതെ കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ വെറുതെ മുടി ഒന്നിങ്ങനെ ചീതി കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ എല്ലായിടത്തും സർക്കുലർ മോഷനിൽ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക വേണ്ടത്. ഇതിനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പ്രൊഡക്റ്റാണ്, ബട്ട് ഞാനിതൊരു മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റാണെന്നൊന്നും പറയില്ല.